ഉമ്മന്റെ കാറിലല്ല പോകുന്നത്, ഹെലികോപ്റ്റർ. ഒരാൾക്ക് 3 മാസം, ഇന്നൊരാൾക്ക് 6 മാസം, വലിയതൊക്കെ 10 മാസം. സ്ലിം ആയിരണ്ട് ഇത് പിടി അങ്ങനെ കാക്കാൻ്റെ ഐറ്റംസ്. അപ്പോൾ ലഗേജൊക്കെ ഫുള്ള് ജാഗയുണ്ടോ? ഇപ്പം ടെൻഷൻ മാറിയ മൊയ്സ് ഇഷ്യൂ, ടെൻഷൻ മാറിയ ലഗേജ് എവിടെ വയ്ക്കുമെന്നുള്ളത്. കണ്ട നറുമ്പു. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ബ്രദർ വരുന്നതാണ്. അവിടെ എയർപോർട്ടിൽ കൂട്ടി വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനും ഉമ്മ കുട്ടികളൊക്കെ പോകുന്നത്. സോ ഓൾറെഡി ഉമ്മ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും റെഡിയായി. അപ്പോൾ ഞാനൊരു മാസ്ക് ഇടാന്ന് വിചാരിക്കുന്നത്. രാവിലത്തെ അവരും ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്തെങ്കിലും നോക്കിയാൽ എൻ്റെ ബ്രദർ കമൻറ്റ് അടിക്കും, അങ്ങനത്തെ ഒരാളാണ്. നീ എന്താ ഉണ്ടച്ചിയായതോ, നീ എന്താ തടിച്ചിയായതോ നോക്കിയുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കാണേണ്ട വിചാരിച്ചിട്ടാണ്. എന്തായാലും ഞാൻ രാവിലെ ഉടനെ ഇങ്ങനെ മുഖക്ക് ഇങ്ങനെ വീഴ്ത്തിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ ശരിയാവണമെങ്കിൽ കുറച്ച് നേരം കഴിയണം. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഹാപ്പി മൂമെൻറ്റാണ് ബ്രദർ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി മൂമെൻറ്റ് ഉണ്ടാവില്ലേ, അതേപോലെ നമുക്കുള്ളൊരു ഹാപ്പി മൂമെൻറ്റാണ്. അപ്പോൾ ബ്രദർക്ക് വേണ്ടി ഉമ്മ ബീഫ് കറിയും, അപ്പം ബ്രദർക്ക് വേണ്ടിയാണ് കേട്ടോ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടാണ് എല്ലാവരും ചായ കുടിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് മാസ്ക് ഇട്ടിട്ട് പോവാം. ഉമ്മ ഹലോ, ഈശ്വ 1 മിനിറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ മാസ്ക് എല്ലാം പൊട്ടിക്കണം. ഉമ്മനോട് കീ ചോദിച്ചിട്ട് കീ കൊടുക്കത്തായേ പോ. വന്നു അപ്പോൾ ആൾക്കാർ വന്നിട്ടാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റെഡിയാവാം. മൊയ്ജ് ഷൂ ഇടും മൊയ്ത്. അപ്പം ഞാൻ റെഡി ആയിട്ടാ. അപ്പം ഞാൻ റെഡിയായി. ഉമ്മ റെഡി ആയിട്ട് ഉമ്മ എന്തുമ്മ ബുർക്കം ഇട്ടിട്ടില്ലേ? വാ അവിടെ ബന്ധരല്ലേ. അപ്പം വീടൊക്കെ നോക്കി അടിപ്പൊലൊക്കെ വെച്ചിരിക്കണം. ഷോ താക്കൊല്ലിൻ്റെ ഇട്ടില്ലേ? എനിക്ക് വല്ല ചെറുപ്പിട്ടുണ്ട് ഷൂ. Please fasten passenger seat belt. നിൽക്കരുത്, നിങ്ങൾ സിറ്റിയാണ്. റിയാക്ഷൻസ് ഇങ്ങനെ രസം വിമാനത്തിൽ പോയി പോലെ. ഉമ്മന്റെ കാറിലല്ല പോകുന്നത്, ഹെലികോപ്റ്റർ. രസമുണ്ട് ഉമ്മ, നിന്റെ മൂവ്മെന്റ് ഹാപ്പില് ചിരിച്ചോണ്ടിരിക്കും കൊസിയില്. എയർപ്ലെയിൻ പോലെ. നീ ഇപ്പൊക്കെ മേടിച്ചതിന് സാധനം വീട്ടേക്കുന്നല്ലോ. ഫിറ്റാണ്. നിന്റെ തല പോലെ വയ്ക്ക. ഇബുക്കാക്കാണ് ചോക്ലേറ്റ് ആണ് മൊയ്സ് വേണ്ടത്. ഇബുക്കാക്ക് വേണ്ട. ഇത് കൊടുക്കല്ലേ? അപ്പൊ ഇത് കൂടെ കൊടുക്കുന്നുണ്ട്. ഹാപ്പിയാ മൊയ്ജ്? ഇത് പറിക്കും. ഒരാൾ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ചെയ്താ അപ്പം ഇതൊക്കെ വരട്ടെ ടീച്ചിങ് ട്യൂട്ടോറിയൽ ഇങ്ങനെ വന്ന ട്യൂട്ടോറിയൽ അപ്പം ഇതിൻ്റെ നിൽക്കുന്നതാ ഇത് അവனுக்கு சொன்ன கொடுக்க நமக்கு தெரியலம்மா അത് ശരിയല്ല അത് ഡൗട്ടാണ് മൊയ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കും മൊയ്സിക്ക് എന്ത് പറ്റൂല ഇത് ഡൗട്ട് കേട്ടോ ഇത് ഇതിൽ ഞങ്ങൾ കളിച്ച് വിട്ടത് നീനിപ്പോ കളിച്ചല്ലേ ഈ ഗെയിംസ് നമ്മളൊക്കെ കളിച്ച് വിട്ട നീ ഏത് കളിച്ചു നീ എല്ലാം കളിച്ചിട്ട് വിട്ടത് ഉമ്മ ഇതുപോലത്തതുമ്മ ഇത് ഒരു ഗെയിംസ് ಇಂದ ചേർക്കണങ്ങല്ല നീനിപ്പോ കിടവ് കളിക്കുന്ന ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആക്കിങ്ക അവിടെ ഇങ്ങനെ വന്നല്ലേ ഓ ഇത് വന്ന് ഇട്ടുള്ളൂ ടൈം പാസ് ആക്കുന്നേ ഇത് ഔട്ടാക്കുന്നു നോക്കും ഞമ്മള് ഒരാൾക്ക് 3 മാസം ഇന്നൊരാൾക്ക് 6 മാസം വലിയതൊക്കെ 10 മാസം ഇപ്പൊ ഇത് ഒന്നുണ്ടല്ലോ അത് കൊടുത്തല്ലോ ഔട്ട് ചെയ്താ വേണ്ട ನೀನು ಸೋತುಟ್ಟು ಔಟ್ ಸೋತುಟ್ಟು ನೀನು ಸೋಕೃತಿ ನಾನಿಪ್ಪ ಅದು ಗೇಮ್ಸ್ ಇಪ್ಪನ ಕ್ಲಿಯರ್ ಆಗಿ ತರನ ಒಳಕ ತನಕ ಬೇಡ ಬೇಡ ನೀ ತಂದ್ಲಲ್ಲೇ ನನ್ನ ಮೊಬೈಲ್ ಆ ಗೇಮ್ಸ್ ಎಲ್ಲ ಇಡಗವಲ್ಲೆ മൊയ്സസ് കളിക്കുന്നു ഇത് നോക്കാം ഇത് ഞങ്ങൾ ഇത്ര ബാൻഡൂരല്ലേ ഇട് அவங்க ಬೇನೇದು ಬಿಚ್ಚಿ ಕೊಡು ಹಂಗ ಬೇರೆ ಬೇರೆ ಇದ್ದಾರೆ ಹೆಸರದೆಲ್ಲ ನಿಂಡೆ ಚರ್ಚೆ വന്നു ഞമ്മളെ കാറിന്റെ അടുത്ത് തിന്നാണ് അത് വരുന്നു ബോ ഇവിടെ വരുന്നത് പോലീസിനായി പോയി ഇപ്പൊക്കെ വരുന്നത് ഹാപ്പിയാണോ സന്തോഷാണോ എന്ത് തന്തൂത്ത ഹാപ്പി നിനക്ക് ഇബ്ബുക്കാക്ക വേണോ ചോക്ലേറ്റ് വേണോ ഇബ്ബുക്കാക്കാണോ ചോക്ലേറ്റും വേണോ അതും വേണോ നിനക്ക് ഫുഡ് വേണോ ഇബ്ബുക്കാക്ക വേണോ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ വിശക്കുന്നില്ലേ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ ഹോട്ടലില് ഫ്രൈഡേ ബെല്ലസ് ഇഷു ഇത് നോക്കൂ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ നമുക്ക് ഇപ്പൊ കാക്ക പിന്നെ വരട്ടെ പോവാ ഇങ്ങനെ ഇരിക്കുകയാണ് നീ സ്ലിം ആയല്ലോ സ്ലിം ആയിരണ്ട് ഇത് പിടി അങ്ങനെ കാക്കാൻ്റെ ഐറ്റംസ് അപ്പോൾ ലഗേജൊക്കെ ഫുള്ള് ജാഗയുണ്ടോ ഇപ്പം ടെൻഷൻ മാറിയ മൊയ്സ് ഇഷ്യൂ ടെൻഷൻ മാറിയ ലഗേജ് എവിടെ വയ്ക്കുമെന്നുള്ളത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടാ അല്ല അപ്പുറത്താ ഇപ്പൊ കാക്കനോടല്ലേ ഇഷു മൊയ്സ് അങ്ങനെ ഞമ്മലെ മൊയ്സ് കേറി ഇഷു കേറി ഇവിടെ രണ്ട് പച്ചിലിപ്പ കേക്കൊണ്ട് കോടാണ്ട് അത് എന്റെ ക്യാമറ കൊണ്ടുവരേട്ടാ പ്രൊഫഷണൽ ക്യാമറ ജസ്റ്റ് എന്ത് എന്റെ ബാഗ് ഇപ്പൊക്കെ എനിക്ക് സെന്റ് ഗിഫ്റ്റ് തരുന്ന അല്ല ഇബു ഉമ്മയുടെ ഒരു സന്തോഷം കണ്ടില്ലേ സീറ്റാ ബാക്ക് ആക്കണ അവിടെ സൈഡ് ഉണ്ട് അത് എതിർ റീനുണ്ടാ ഓക്കെ ಅಲ್ಲ ಮಕ್ಕ ಬಂದು ತುಂಬ ಖುಷಿ ಅಲ್ಲ ಅದಾಗ ಗೊತ್ತಿದೆ അപ്പം ഞമ്മൾ ഇബു എത്തി അപ്പം എൻ്റെ ഫുള്ള് സ്റ്റാറ്റസിൽ നിൽക്കുന്നുണ്ട് വീഡിയോ
കോലോടി മോട്ടോർ സൈക്കിൾ എന്താ കവർ അത് കവറിൽ ഫുള്ള് ധൂളിಂದ അങ്ങനെ വാഷിംഗ് ಆಗ್ತ എന്നത് മാംഗ്ലൂരിലുള്ള കദ്രി കഫാൻ കേട്ടോ. അവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലൊന്നും കഴിച്ചില്ലല്ലോ. സോ അതുകൊണ്ടാണ്. ബ്രദറൊക്കെ ബാക്കിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന മൊയ്സ് ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. പറഞ്ഞത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കദ്രി കഫാൻ. ഇങ്ങനെ ബ്രദറൊക്കെ വന്നാൽ മാത്രം അങ്ങനെ വരും. അങ്ങനെ വന്നതാ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. ദിവസം ടേസ്റ്റ് ഉണ്ടോ മേച്ച? ടേസ്റ്റ് ഉണ്ടാ മസാല ദോശ? ടൊമാറ്റോ ചട്നി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി മസാല ദോശ. ചെറിയ മസാല ദോശ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ആരക്കിലിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. കോഫിയാണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കോഫി. മസ്റ്റ് ട്രൈ ആണ്. വെജ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കട്ടോ. ഇവിടെ മസാല ദോശ ഭയങ്കര വലുതാണ്. അപ്പോൾ ഉമ്മനോട് പറഞ്ഞ് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ മസാല ദോശ വരുന്നുണ്ട്. എന്തായാലും ഇവൻ മൊയ്സ് കഴിക്കൂലായിരിക്കും ഫുള്ള്. അപ്പോൾ അവനക്ക് കൂടുതലായാലും 2 ഗ്ലാസ് കുടിച്ചില്ല. അപ്പോൾ കൂടുതലായാലും ഉമ്മ കഴിക്കണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താണ് ഇത്രയും ചെറിയ മസാല ദോശ ಏನಾಯ್ತು ಆಗಿದೆಲ್ಲ. ಹೌದು, ಅವ್ರು ಹೇಳಿದ್ದಾರೆ ಮೊನ್ನೆ ಮ್ಯಾನೇಜರ್. ಆಯ್ತು ಸರ್ವಿಸ್ ಮೊನ್ನೆ ಕೊಟ್ಟರೆ ಅವನದೇಪ್ಪ ಅದ್ರಲ್ಲಿ ಕೋಟಿ ಕೊಟ್ಟಿದ್ದೀವಿ. ഈ ഉമ്മച്ചിന്റെ ബാഗ് എടുക്ക. കണ്ട നരമ്പു കയ്യില് പിടിക്കണല്ല. നോക്കി അങ്ങനെ വീട്ടിലെല്ലാവരും വന്ന് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും റീച്ചായി വീട്ടില്. ഇൻഷാല്ലാ ഉമ്മക്കൊരു ഐഫോൺ കൊണ്ടുവന്ന് പോകണം. കൊടുത്തു ಕೊಡ್ಲ ಕೊಡು ಉಮ್ಮ ಕೊಡು ನೀನು. ഒരു പൊട്ടി പൊട്ടിച്ചിട്ട് ഇനി നെക്സ്റ്റ് 2ാമത്തെ പെട്ടിയാണ് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ 2ാമത്തെ പൊട്ടി ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ വേറെ ഇങ്ങനെ ആയിട്ട് കൊണ്ടുവന്നതാണ്. 2ാമത്തെ പെട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഇതാണ് ദുബായ് ചോക്ലേറ്റാണ്. വാവ്, ഇപ്പോൾ കുട്ടികൾ കണ്ടാലുണ്ടല്ലോ അടിയോടടിയായിരിക്കും. എല്ലാ സ്ഥലത്തും ചോക്ലേറ്റ്സ് തന്നെ ഉണ്ടാവും കേട്ടോ. കുനാഫ ദുബായ് ചോക്ലേറ്റ് കൊണ്ടുവന്നത് ക്യാമറ ആണ്. സോ ഒത്തിരി ദിവസത്തോളം ഡ്രീമാണ് കേട്ടോ. അപ്പോൾ ആ ക്യാമറ ഇന്ന് അൺബോക്സിങ് ആക്കുന്നത്. ബാറ്ററി, പിന്നെ ഇതിൻ്റെ ചാർജറാണ്, ക്യാമറത്തിൻ്റെ ചാർജറാണ്. ആൻഡ് ഇത് ക്യാമറ, ഡ്രീം ക്യാമറ ആണ് കേട്ടോ. ഒരു ക്യാമറ വാങ്ങുന്നതിന് ഭയങ്കര വർഷത്തിലൊക്കെ ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ബ്രദറാണ് സാധിച്ചത്. മൈ ഗോഡ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാർജൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ മാഷാ അല്ലാ അൽഹംദുലില്ലാ. പിന്നെ ഇതിൽ ഇത് ഹാങ്ങിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ വന്ന ലെൻസാണിത്. ലെൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ക്യാനണിൻ്റെത്. പിന്നെ എനിക്കൊരു ബാഗ് വേണമായിരുന്നു, ഒരുപാട് അതാണ്.
പിന്നെ ഇത് ക്യാനിൻ്റെ റിമോട്ട് കൺട്രോളിനായിട്ട് ഇതൊന്ന് പുതിയ ഓപ്ഷൻസ് ആയിരിക്കും ഞാൻ കാണുന്ന പ്രകാരം. പിന്നെ ഇത് മൈക്കാണ് കേട്ടോ. ഹായ് വെൽക്കം ബാക്ക് ടു സോദാസ് ഹാപ്പീസ്. ഹായ് വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചിത്ത് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കൊക്കെ മൈക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അവർ ഇതിനായിരിക്കും ഇവർ മൈക്ക്. സോ ഇതെല്ലാം ഞാനത് ട്രൈ ചെയ്യാം. ഇതാ മൈക്ക്, ഇതാ പൂച്ചൻ്റെ മുടി, ക്യാറ്റിൻ്റെ മുടിയാണിത്. അപ്പോൾ ഇത് ഞാനെന്താക്കുക, എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുടുംബക്കാരെ കൂട്ടിയിട്ട് ഇട്ട് വയ്ക്കും. എല്ലാവരും അനിയൻ വരുന്നുണ്ട്, മറ്റന്നാൾ എല്ലാവർക്കും ന്യൂസ് കൊടുക്കും. അപ്പോൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവന് 7 ദിവസത്തേക്ക് വന്നതല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ അവനക്ക് ഇവിടെ വർക്കുണ്ട്, വന്നിട്ടൊന്നും ഫ്രീ ഒന്നല്ല, 2 ദിവസം ഇവിടെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊന്ന് പറഞ്ഞാൽ അവർക്കും സങ്കടമാണ്, വർക്കുണ്ടോ അതെന്ത് വർക്കാണ് അങ്ങനെ, അവർക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. ഇവിടെ വന്നിട്ടും ഫ്രീ ഇല്ല, അങ്ങനെ ഇങ്ങനെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ് ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോവാം, ഇന്ന് തന്നെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആരും വിളിക്കാത്തത്. സോ ആരെങ്കിലും വിളിച്ചിട്ടാൽ എൻ്റെ ക്യാമറ അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമെന്ന് അനിയൻ പറഞ്ഞത്. അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ആരും വിളിച്ചിട്ടില്ല. കാരണം ഇത് എൻ്റെ എത്രയോ വർഷത്തിൻ്റെ സ്വപ്നമായതല്ല. പിന്നെ ഇത് ക്യാമറത്തിനുണ്ടല്ലേ, ഇതൊക്കെ സെറ്റപ്പാണ്. ഇതൊക്കെ ഇപ്പോൾ നോക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഞാനൊരു അൺബോക്സിംഗ് ആയിട്ട് സെപ്പറേറ്റ് ഷോർട്സ് വീഡിയോ ചെയ്തേക്കാണ്. ഇത് അൺബോക്സിംഗ് ചെയ്യുക. ഇത് ഗിംബലല്ല, ഒരു ഇതാണ്, എന്താണ്, യെസ്, ഈ റിമോട്ട് ഉണ്ടല്ലോ, ഈ റിമോട്ട് കൺട്രോൾ ഞാൻ പറഞ്ഞല്ലോ തന്നിട്ടുണ്ടെന്ന്. അത് ഇതാണ് കേട്ടോ സംഭവം. എന്താ ഇങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇത് മേ ബി ചാർജൊക്കെ വയ്ക്കാനായിരിക്കും കേട്ടോ. കൺട്രോൾ ചെയ്യുന്നതാണ്, റിമോട്ടിലൂടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ബട്ടൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഗിംബലല്ല, നമ്മൾ ഹാൻഡ് ഒന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ രീതിയിലേക്ക് ലിപ്പിക്കാം എന്നതാണ് ഒരു. ഓക്കെ, ഇഷോ പാൽ കൊണ്ടുപോവാ മോണോ, പാൽ കൊണ്ടുപോവാ കുഞ്ഞി. 6 ലിറ്റർ പാൽ കൊണ്ടുപോവാ. മാത്ത്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് പ്രൊസീജിയർ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ USB തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇത് 32 GB ഇതിലുണ്ട് കേട്ടോ. ഇതുപോലത്തെ USB ആണ് ഇതിലാവേണ്ടത്. നമ്മൾ മൈക്രോ SD കാർഡ് അല്ല കേട്ടോ. ഇതുപോലെ തന്നെ. അത് നിനക്ക് മിനി ലോഗൊക്കെ ചെയ്യാൻ തരാം കേട്ടോ, ലോഗൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ 2 ക്യാമറ ഒക്കെ ചോദിക്കണം കേട്ടോ. ഈ ക്യാമറ ഇത് ചെറിയ മിനി ലോഗിൻ ചെയ്യുന്ന ക്യാമറ ആണ്. ഇത് ക്യാനോണിൻ്റെതാണ്. പക്ഷെ ഇതിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് ഫസ്റ്റ് ആദ്യം ചാർജ് വയ്ക്കട്ടെ. അല്ല, ചാർജ് ഉണ്ടാവല്ലേ മേ ബി, നോക്കാം. ഞാനിതിലൊരു ഫോട്ടോഷൂട്ടെല്ലാം ആക്കിയിട്ട് സത്യമായിട്ട് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഗൈസ്. എന്തോ അറിയില്ല, കിട്ടിയപ്പോൾ എന്തോ സന്തോഷം. പക്ഷെ ഇതിൻ്റെ A to Z എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ ആയിരിക്കും ഓണുണ്ടല്ലോ, ഓഫ് ആണ് മേ ബി. ഇല്ല, ചാർജ് ഉണ്ടാവില്ല. കമ്പാർട്ട്മെൻറ്റ് മേ ബി ഗെറ്റ് ഹോട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒക്കെ എടുക്കുന്നതാണ്. സ്ക്രീനിങ്ങനെ എടുത്തിട്ട് സ്ക്രീൻ പ്രൊട്ടക്ടറാണ്, DSLR അല്ലേ. സോ പ്രൊട്ടക്ടർ, പിന്നെ ഇങ്ങനെ ലെൻസ് ഫിക്സ് ചെയ്യുന്നതാണ്. സോ എല്ലാം സെക്യൂറുണ്ട് കേട്ടോ, കണ്ടില്ല. ഇങ്ങനെ ലെൻസ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ലെൻസ് ഫിക്സ് ചെയ്യുന്നതാണ്. സോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ഇനി എൻ്റെ വ്ളോഗൊക്കെ വരുന്നതിന് എൻ്റെ ഈ ഒരു ഇതിലായിരിക്കും. സോ വീട്ടിൽ കേട്ടോ കുക്കിങ്ങൊക്കെ നല്ല ക്ലാരിറ്റിയിൽ, ഫോട്ടോഷൂട്ടൊക്കെ നല്ല ക്ലാരിറ്റിയിലായിരിക്കും വരുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ബാഗ് പാക്കിംഗ് വീഡിയോസ് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാനിതിപ്പോൾ ലെൻസൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വാ, ഷോപ്പ് ക്ലോസ് ആയി. അതോ ഷോപ്പ് ക്ലോസ് ആയില്ല. ഞാൻ കൺഫ്യൂസ് ആയി പോയി, അങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോയി. ഇതിൻ്റെതാണ്. പക്ഷേ ഞാൻ ഓർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇതിനാദ്യം എവിടെ നിന്ന് എടുത്തു. ഇപ്പം കൊടുക്കട്ടെ, കൊടുക്കും. സ്ട്രൈറ്റ് ആക്കുന്ന അപ്പോൾ ഇത് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ അടച്ചാൽ ഇതിങ്ങനെ മുകളിൽ വരെ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കുന്നതാണ് ക്യാപ്പ്.
അങ്ങനെ ഓക്കെ ഇതാ ലെൻസ് കറക്റ്റാക്കി. ഓക്കെ, അത് അത്ര ഈസി അല്ലല്ലോ പെട്ടെന്നെല്ലാം പഠിക്കാനാണ്. പിന്നെ ഇതിൽ ഒരുപാട് സ്വിച്ചൊക്കെ ഉണ്ട്. ബോക്സൊക്കെ നോക്കിയിട്ട് ഞാൻ അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, എനിവേ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കാണാം.